ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കുവൈറ്റിലെത്തി. 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ജമാൽ ചിരികയാണ് കുവൈറ്റിൽ നിന്നും വിശദാംശങ്ങളുമായി. ജമാൽ, വളരെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ, അതേപോലെ തന്നെ സ്വാഗത സംഘം മറ്റുമാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടെ രൂപീകരിച്ചത്. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി കുവൈറ്റിൽ എത്തിക്കഴിഞ്ഞു. നിലവിലുള്ള കാര്യപരിപാടികൾ എന്തെല്ലാമാണ്? കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധൂരി, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റ് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. കേരള ചീഫ് സെക്രട്ടറി എ ജയതിലകം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. നാളെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി. നാളെ കുവൈത്തിലെ അൽ മൻസൂരി ഇന്തോ അറബ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ആയിരക്കണക്കിന് പ്രവാസികളെ അഭിസംബോധന ചെയ്യും. മലയാളം മിഷന്റെയും ലോക കേരള സഭയുടെയും നേതൃത്വത്തിലാണ് വിപുലമായ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ പരിപാടിയുടെ സംഘാടനത്തിലായിരുന്നു ഇവിടുത്തെ പ്രവാസി മലയാളികൾ ഒന്നാകെയും. ഏതായാലും ആയിരക്കണക്കിന് പ്രവാസികൾ തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക്, ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്ന് ഉറപ്പാണ്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ആളുകൾക്ക് എത്തിച്ചേരാനും സൗകര്യമായി ഈ പരിപാടി വീക്ഷിക്കാനുമുള്ള വിപുലമായ സംവിധാനങ്ങൾ തന്നെ അധികൃതർ, സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ബഹ്റൈനിലും ഖത്തറിലും അതുപോലെ തന്നെ ഒമാനിലും മുഖ്യമന്ത്രിക്ക് വളരെ ഉജ്ജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. തീർച്ചയായും അത്തരത്തിലുള്ള സ്വീകരണ പരിപാടി തന്നെയാണ് കുവൈത്തിലും ഒരുക്കുന്നത്. ഇതിനോട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നാളെ വൈകിട്ട് കൃത്യം 5 മണിക്ക് തന്നെ മുഖ്യമന്ത്രി ഈ വേദിയിലെത്തും. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടുകൂടി തന്നെ കലാപരിപാടികളും മറ്റു പരിപാടികളൊക്കെ തന്നെയും ആരംഭിക്കും. 5 മണിയോടുകൂടി മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നത്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയിലെ കുവൈത്ത് പര്യടനത്തിന് ശേഷം മുഖ്യമന്ത്രി അബുദാബിയിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മുഖ്യമന്ത്രി അബുദാബിയിൽ എത്തുന്നുണ്ട്. ശനിയാഴ്ച കൈരൻ ടിവിയുടെ 25ാം വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഞായറാഴ്ച അബുദാബിയിൽ സിറ്റി ഗോൾഫ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ശരി ജമാലുദ്ദീൻ, 28 വർഷങ്ങൾക്ക് ശേഷം കേരള മുഖ്യമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുകയാണ്. അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ മുതലായിരിക്കും ഔദ്യോഗികമായ കാര്യപരിപാടികൾ ആരംഭിക്കുക. ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.